ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഗാർഡൻ ടൂർ ആയാലോ? ഇതാ സിറ്റ് ഔട്ടിൻ്റെ ലുക്കൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഈ ഇരിക്കുന്ന പ്ലാന്റ് സ്റ്റാൻഡ് കണ്ടോ, ഇത് സിറ്റ് ഔട്ടിലാണ് ഇരുന്ന് അതവർക്ക് താഴോട്ട് വെച്ചു. അവിടെ ഒരു ഷൂറാക്കി ഇരുന്നതാണ്, ആ ഷൂറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഇവിടെ ഈ ചൂരലിൻ്റെ കസേരകൾ 4 അവിടെ ഇട്ടിട്ടുണ്ട്. എന്നുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. നമ്മുടെ സിംബ കണ്ടോ, അവളുടെ ഒരു സ്ഥിര സ്ഥലമാണ്, പകൽ കിടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അവളവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും, കിളികളുടെ സൗണ്ടൊക്കെ ഇട്ടിട്ട്. പിന്നെതാ ഇവിടെയാണ് നമ്മൾ പുതിയൊരു ഷൂറാക്കി വാങ്ങിയതാണ്. ഒത്തിരി വിലയൊന്നുമില്ല, അത് 3000 രൂപ തന്നെ, 3400 രൂപയാണ് എൻ്റെ വില. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചൊക്കെ വയ്ക്കണം അല്ലേ, എന്നാലേ എന്നൊരു ഭംഗി വരുള്ളൂ. ഇപ്പോൾ ഈ CC പ്ലാന്റൊക്കെ ഞാൻ കഴുകിയിട്ട് മുഴുവൻ പൊടിയായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി. കാരണം ഇതിൻ്റെ എന്താ പറയുക, ഫോട്ടോസിന്തസിസ് പോലും നടക്കില്ല പൊടി പറന്നിരുന്നാൽ. അപ്പോൾ ഇവിടെയാണ് ഷൂറാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇതിനകത്തൊരു 10-14 ജോഡി ഷൂസ് വയ്ക്കാം കേട്ടോ. അതപ്പോൾ നമ്മുടെ പുറത്താരും കാണാതെ അവിടെ ഇരുന്നോളും. പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണേ, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, അധികം പൂക്കളൊന്നും ഇല്ലെങ്കിൽ എന്തൊരു കുളിർമയാണെന്നറിയോ ഈ വേനൽക്കാലത്ത്. സിറ്റ് ഔട്ടിലിരിക്കാനാണെങ്കിലും നമ്മുടെ വീടിനുള്ളിൽ ഇരിക്കാനാണെങ്കിലും ലീഫി പ്ലാന്റ്സിലാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ ഹോയ പ്ലാന്റ്സിൽ സാധാരണ പൂക്കളുള്ളതാണ്, ഇപ്പോൾ അതിൽ പൂക്കളില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉണ്ടോ, ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഇതിലൊന്നും പൂവായിട്ടില്ല കേട്ടോ, ഞാൻ ഈയിടെ വാങ്ങിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് നോക്കി. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഈ ക്യാറ്റ്സ് ക്ലോയിലും പൂവില്ല, ഇപ്പോൾ ഈ സമയത്ത് പൂക്കുന്ന സമയമല്ലല്ലോ. പിന്നെ നമുക്ക് എനിക്കിപ്പോൾ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അതായത് ഈ പക്ഷിക്കൂടുണ്ടല്ലോ, ഈ കിളിക്കൂട് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഇപ്പോഴാണ് ഈ കിളികൾക്കായാലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കാണാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിരുന്ന് അവരോട് സംസാരിക്കാം. എന്താ പറയുക, ഇതിനകത്ത് കോക്ടെയിലുണ്ടോ, കോക്ടെയിലാണോ കോക്കറ്റെയിലുണ്ടോ, എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ. 2 തരത്തിലും പറയാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. നല്ല രസമാണ് ഇവരെ കാണാനല്ലേ. പിന്നെ നമ്മുടെ ലവ് ബേഡ്സും ഉണ്ട്. ഇവർ കൂട്ടുകൂടി കിടന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഞാനിത് നമ്മുടെ ബാക്ക് സൈഡിലാണ് സെറ്റ് ചെയ്തിരുന്നത്, അതൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ വേറെ കൂട് സെറ്റ് ചെയ്ത് ഇവരെ വളർത്തുവാണ്. എന്ത് രസമാണെന്നേക്ക്, നമുക്ക് നല്ല നേരം പോക്കാണ് ഇവരുടെ അടുത്ത് നിന്നാൽ. ഇവരുടെ കൊഞ്ചലും എന്താ പറയുക, തമ്മിലുള്ള പിണക്കങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ, നല്ല കളർഫുള്ളാണ് താനും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് ഇവർക്ക് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം, ഫുഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. പിന്നെ അവർക്ക് കയറി ഇരിക്കാനുള്ള പ്രൈവസിക്ക് വേണ്ടിയുള്ള കൂടുകളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അത്രയൊക്കെ ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, നമ്മുടെ കോക്കറ്റെയിലിൻ്റെ ഇരിപ്പ് കണ്ടോ, നല്ല ഊഞ്ഞാലിൽ കയറിയിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. അവർ തമ്മിൽ എപ്പോഴും നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവച്ചു. എന്താ വെച്ചാൽ നമ്മൾ താഴെ വിരിച്ചിരിക്കുന്ന പുല്ലില്ലേ, അതൊക്കെ കാണണമെങ്കിൽ ആ സ്റ്റാൻഡിൽ വെച്ചാലേ ഉള്ളൂ. ഞാൻ ആകെ കാളമ്പൂളൻ വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ സീബ്ര ലൈനുള്ള ഈ പ്ലാന്റ് നല്ല പൂവില്ലെങ്കിൽ എന്ത് രസമാണ് അതിൻ്റെ ഒരു സ്ട്രൈപ്സ് കാണാനല്ലേ. നല്ല യെല്ലോയും ഗ്രീനും കൂടെ കലർന്നിട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം ഇത്തിരി വാടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളം വേണം ഈ പ്ലാന്റിന്, വെയിലുകൊണ്ട് ഇത്തിരി വാടിതിപ്പുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഉഷാറായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും എഴുതണം. അപ്പോൾ ഇത് പടിഞ്ഞാറ് വശമാണ് കേട്ടോ. ഇവിടെ പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും കൂടുതലും ലീഫി പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ബട്ടർഫ്ലൈ പ്ലാന്റൊക്കെ നല്ല രസമാണല്ലേ അതിൻ്റെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എല്ലാം നമ്മൾ വളമൊക്കെ ഇട്ട് ഒന്നും കൂടെ ഉഷാറാകും. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ വളത്തിൻ്റെ ഇഫക്റ്റ് കാണുകയുള്ളൂ. DAP ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു 5-6 തരികൾ വീതം DAP ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഒരു കിലോ വാങ്ങിച്ചു വെച്ചാൽ വളരെ നാൾ ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഈ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മുടെ ഫേണൊക്കെ എത്ര രസമായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ തീരെ വെളിച്ചടിക്കാത്ത സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വലിയ ചാമ്പ നിൽപ്പുണ്ട്, അതുകൊണ്ട്
കലാത്തിയ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കലാത്തിയ അങ്ങനെ ചില വേറെ ഒന്ന് കുറച്ച് ഉണ്ട്. ഈ കലാത്തിയൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. കലാത്തിയൊക്കെ നമുക്ക് ഒട്ടും വെയിലടിക്കാൻ പറ്റില്ലല്ലോ. വെയിലടിച്ചാൽ എൻ്റെ ഇല കരിഞ്ഞു പോവും. കുറച്ച് കലാത്തി അപ്പുറത്തും ഉണ്ട്. പിന്നെ സക്കുലൻസ് ആണെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സക്കുലൻസ് നല്ല വെയിൽ വേണമല്ലോ. ഇത് മഴ വരുമ്പോൾ നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊരു ഭംഗിയാണെന്നറിയാം, എത്ര കളറാണ് ആ പൂക്കളുള്ളതെന്ന്. ഭയങ്കര രസമാണ്. അതിങ്ങനെ മുകളിൽ വെയിൽ ഉള്ള മുകളിൽ ഇങ്ങനെ കയറി കിടക്കുകയാണ്, 2ാം നിലയുടെ മുകളിൽ. അവിടെ സിറ്റ് ഔട്ടിലിരുന്നാൽ നല്ല ഭംഗിയും നല്ല ഒരു കുളിർമയും കിട്ടും അവിടെ. അപ്പോൾ നിങ്ങൾ എത്ര ആണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് ഈ ചെടികളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. അത്രമാത്രം പ്രയോജനപ്രദമാണ്. കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടണമെങ്കിലും നല്ല ഒരു ഭംഗിയും അതുപോലെ തന്നെ ബൊഗെയിൻവില്ല തന്നെ ഒക്ടോബറിൽ അത്രയൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഇഷ്ടംപോലെ പൂക്കളുണ്ടായിട്ടോ. ഇപ്പോൾ അത് കൊഴിഞ്ഞിട്ട് വീണ്ടും പൂ ഉണ്ടാകുന്നുണ്ട്. അധികം ബൊഗെയിൻവില്ലയൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയായിട്ട് വെയിൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഫ്ലവറിങ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്ത്, ഈ ചെടിയുടെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഇതിൽ കണ്ടോ, നമ്മൾ എപ്പോഴും അതായത് ഉണങ്ങിയ ലീഫും പഴുത്ത ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് എപ്പോഴും നമ്മുടെ ഒരു തലോടൽ ഈ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. ആമ്പലിലും മുട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാന്റ്. ഒരു നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂവിനും, ഒരു പ്രത്യേക സ്മെല്ലാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഓർക്കിഡ് എല്ലാം കുറച്ച് ഓർക്കിഡ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും അഗ്ലോണിമ പ്ലാന്റൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. ഇവിടെ അഗ്ലോണിമ ഇവിടെ ഈ സ്റ്റാൻഡിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.